നമസ്കാരം, ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണ്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിനെ പ്രതി വ്യൂസിൻ്റെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് വ്യൂസിൻ്റെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായി കാർഡ്സിന് നൽകുക. ഇപ്പോൾ വളരെ വേദനയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഒരു ഐസൊലേഷൻ പീരീഡിലൂടെയാണ് പോകുന്നത്. നിങ്ങളൊരു പക്ഷേ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പെയിൻ സിറ്റുവേഷൻ ഒരു പക്ഷേ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടാകില്ല. ആ ഒരു വേദനയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഓക്കെ, അവർക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് യാതൊരു കാര്യവും ചെയ്യാൻ പറ്റാത്ത വണ്ണം അവരൊരു നെഗറ്റീവ് ഊർജ്ജത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് ഒരുപാട് അസ്വസ്ഥമായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് 9 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, ദ എംപററിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. അവരെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ആരൊക്കെയോ ഉള്ളതായി കാണുന്നു. ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ആർഗ്യുമെൻറ്റ്, വാക്ക് തർക്കങ്ങൾ, അങ്ങനെ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ അവരൊരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് എഫേർട്ടിട്ട് അവർ വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ടിട്ട് നിങ്ങൾ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും മറ്റ് ഒരു വ്യക്തി വളരെ വേദന അനുഭവിക്കുന്നതായിട്ടുമുള്ള ഒരു സിറ്റുവേഷനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, 4 ഓഫ് സോഡിൻ്റെ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. അഡിക്ഷനിലൂടെ കടന്നു പോകുന്നു. കാരണം അവർക്കൊരിക്കലും നിങ്ങളെ മറക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള അഡിക്ഷനും ആകാം. ഇപ്പം ടാരോ കാർഡ് നിരന്തരമായി ഒന്ന് മാറി നോക്കുന്നു എങ്കിൽ നേരം വെളുത്തിരുട്ടുന്നത് വരെയും ഇതുമായി ബന്ധപ്പെടുത്തി ആൾക്കാർ നിൽക്കുന്നുവെങ്കിൽ അതൊരു അഡിക്ഷനാണ്. ആവശ്യത്തിന് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്ന വ്യക്തികളാണെങ്കിൽ അത് നോർമലാണെന്ന് പറയാം. പക്ഷേ അത് നിരന്തരമായി ഒന്ന് മാറി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അഡിക്ഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക. ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഡിക്ഷനിൽ പോയിരിക്കുന്നു. കാരണം അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും ഒളിച്ചോടുന്നതിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു നിങ്ങളുടെ എനർജി എന്താണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ്. ഓക്കെ, നിങ്ങളൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇതുവരെയും സ്റ്റക്കായി നിന്നിരുന്ന സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോകുന്നതിലും നല്ലത് ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഓക്കെ, ഒരുപാട് മിസ്സിംഗ് ആയി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾ അവരുമായിട്ടുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളെ നിങ്ങൾ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. വളരെ പെയിൻ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഓരോ നിമിഷവും നിങ്ങളുടെ ഹൃദയത്തെ വേദന കൊണ്ട് പിടയുന്ന അവസ്ഥകൾ കാണുന്നുണ്ട്. ഇവിടെ പേഴ്സൻ്റെ ഓർമ്മകൾ കാരണമായിരിക്കാം ആ ഒരു വേദന വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആ തേർഡ് പാർട്ടിയെ ഓർത്തിട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണോട് ഒരുപാട് സ്നേഹവും തോന്നുന്നുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചതുപോലെയല്ല മറ്റൊരു രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ചിന്തയോടുകൂടി ഇരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവരുടെയും എനർജി സെയിം ആകണമെന്നില്ല. നിങ്ങൾക്ക് എനർജി റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലാത്തത് വിട്ടുകളയുക. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്. നിങ്ങൾ സ്നേഹിക്കുന്നതായിട്ടുള്ള വ്യക്തി നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഓക്കെ, ഏതെങ്കിലും കാരണത്താൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് ബ്രേക്കപ്പ് ആകുകയോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോവുകയോ ലോസ് കോണ്ടാക്റ്റിലേക്ക് പോവുകയോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കടന്നു വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നു. കാരണം നിങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിരുന്നാലും നിങ്ങളെ വിട്ടുകളയുവാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു എനർജി വരുന്നുണ്ട്. ഓക്കെ, ഇതിനിടയിൽ ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ടായിരിക്കാം. അത് അവരെ ഒരുപാട് ഹേർട്ടാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മാത്രമല്ല നിങ്ങളിപ്പോൾ ഒഴിഞ്ഞു മാറുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അനുഭവിക്കേണ്ടതായിട്ടുള്ള എല്ലാ സിറ്റുവേഷനും നിങ്ങൾ അനുഭവിച്ചു. പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ വേദനയുടെ പരമാവധി
നിങ്ങൾ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്ത് ഒരു പുതിയ തുടക്കത്തിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായി കാണുന്നുണ്ട്. നിങ്ങൾക്ക് സമാധാനവും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം, നിങ്ങളുടെ മനസ്സിനെ ഒന്ന് റിലാക്സ് ആക്കണം, നിങ്ങൾക്ക് സമാധാനമായി ഒന്ന് ഉറങ്ങണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? നിങ്ങളുടെ സോള് നൽകുന്ന മെസ്സേജാണ് എടുക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസ് നൽകുന്ന മെസ്സേജ് എന്താണ് പേഴ്സണിന് വേണ്ടിയിട്ട്? ഓക്കെ, നിങ്ങൾ അത്രത്തോളം അവരെ സ്നേഹിക്കുന്നുണ്ട്, അത്രയും കമ്മിറ്റ്മെൻറ്റഡ് ആണെന്ന അത്രത്തോളം കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകുന്നു. അത് ഏത് രീതിയിലുള്ള ബന്ധമാണെങ്കിലും ശരി തന്നെ നിങ്ങൾ അത്രത്തോളം ജീവന തുല്യം സ്നേഹിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നോ അവരെ പിരിച്ചു മാറ്റുവാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അത്രയേറെ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതായി കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായും കാർഡ്സിന് നൽകുക. ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, എന്താണ് ഫ്യൂച്ചർ? കിങ്ങും ക്യൂനും ഇവിടെ വന്നിട്ടുണ്ട്, ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും നല്ല ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. ഓക്കെ, വൗ, സൂപ്പർ, വളരെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാർഡുകളും 100-110% ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഒരു സ്റ്റാർട്ടിങ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് വരാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ അത്രത്തോളം പാഷനാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത്രത്തോളം പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ബന്ധം തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളിൽ നിന്നും മാറി പോകുവാൻ അവർക്കോ നിങ്ങൾക്കോ പരസ്പരം കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന് തീർച്ചയായിട്ടും പ്രപഞ്ചം നീതി നിങ്ങളോട് കാണിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴും നിലവിലുള്ള ചിന്തകൾക്കും പ്രശ്നങ്ങൾക്കും കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയോടുകൂടി ഒരു പുതിയ തുടക്കമുണ്ടാകും. അതൊരു നല്ല സംസാരത്തിലൂടെ തന്നെയാണ് ആ ഒരു തുടക്കം ഉണ്ടാകുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള ഒരു ഫാമിലി എനർജി നൽകും. നിങ്ങളിപ്പോൾ ഫാമിലി ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഫാമിലിക്ക് തുല്യമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത്രത്തോളം ആഴമായിട്ട് ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അവർ ആഗ്രഹിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. അപ്പോൾ സ്ട്രോങ് ആണ് നിങ്ങളുടെ ബന്ധം, ഒരിക്കലും അത് വിട്ടുപോകില്ല. ഒരു ചെറിയ രീതിയിലൊക്കെ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ കാണുമെങ്കിലും ഈ ബന്ധം ലൈഫ് ലോങ് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങളെ വേദനിപ്പിച്ചതിൽ ഏതെങ്കിലും രീതിയിൽ കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ദ സ്ട്രെങ്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും 100-110% അവർക്ക് നല്ല പെയിൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്രത്തോളം നിങ്ങൾ അവരെ സ്നേഹത്തോടു കൂടി കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ യഥാർത്ഥ സ്വഭാവം പോലും അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങളുടെ സ്നേഹം കാരണം നിങ്ങൾ അവരെ ഒരുപാട് മാറ്റിയെടുത്തതായി കാണുന്നു. പക്ഷെ അവർ നിങ്ങൾക്ക് തിരികെ നൽകിയതോ ഒരു പെയിനാണ് നൽകിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് റിഗ്രറ്റ് ഫീൽ നല്ല രീതിയിൽ ഉള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, വരും 3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? വരും 3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഓക്കെ, 7 ഓഫ് പെൻറ്റിക്കിൾ, ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ, 3 ഓഫ് കപ്പ്. ഓക്കെ, ചലഞ്ചിങ് സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നു. ഒരു ഫൈറ്റിംഗ് എനർജി അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ നിങ്ങളുടെ ചുറ്റുമുണ്ടാകും. അതൊരു പക്ഷേ നിങ്ങളുടെ പേഴ്സണായിട്ടായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ നിന്നായിരിക്കാം, സാഹചര്യങ്ങളിൽ നിന്നായിരിക്കാം. പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് കടക്കുകയും വിജയം നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. നിങ്ങൾ കാത്തിരുന്നത് എന്താണോ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ഒരു സെലിബ്രേഷൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, പ്രപഞ്ചശക്തി നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നത് ഈ അനുഭവിക്കുന്നതായിട്ടുള്ള വേദനയിൽ? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ,
നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രത്തോളം സ്ട്രോങ് ആണെങ്കിൽ, നിങ്ങളതിൽ വീണ്ടും മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും, നിങ്ങൾ മുന്നോട്ട് നല്ല റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത് തേർഡ് പാർട്ടിയുമായിട്ട് എൻ്റെ പേഴ്സൺ ഓക്കെയാണ്, മുന്നോട്ട് പോകുന്നു എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ പോകും. കാരണം ഇവിടെ നിങ്ങളുടെ വിശ്വാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വിശ്വാസമാണ് എല്ലാത്തിലും വലിയ ശക്തി. അതുകൊണ്ട് ആ ശക്തി ഏതാണോ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ശക്തി വിശ്വാസമാണ്. ആ വിശ്വാസമായ ശക്തി എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നല്ല ഗ്രാറ്റിറ്റ്യൂഡ് അയക്കുക, നല്ല രീതിയിൽ അഫർമേഷൻ ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ മതി. പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾക്ക് നെഗറ്റീവായി മാറിപ്പോകും. കാരണം നമ്മൾ സങ്കടങ്ങൾ പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്താണോ അവിടെ അഫർമേഷൻ ആകുന്നത്, സങ്കടമാണ് അഫർമേഷൻ ആകുന്നത്, അതായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മറ്റൊന്നും പ്രാർത്ഥിക്കേണ്ട. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി, തന്ന നല്ല ജീവിതത്തിന് നന്ദി. ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതായിരുന്നു. ആ വിലപ്പെട്ട നിമിഷങ്ങൾക്ക് നന്ദി പറയുന്നു. അങ്ങനെ ഓരോ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞു വിടുന്ന കാര്യം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, അപ്പം ഇതാണ് റീഡിങ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവരുടെയും എനർജി ഇതിലേക്ക് കടന്നു വരും. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ടാരോ കാർഡ് പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ബന്ധപ്പെടാം. പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ന്യൂമറോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.